ഹായ്. ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നേ. 10-10:30 ആയപ്പോൾ അങ്ങ് എണീറ്റു. അവൾക്കിന്ന് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ചോറും മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച എണീറ്റത്. അപ്പോൾ ചോറിനുള്ള അരിയെല്ലാം വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ ഒരു ബിരിയാണി ആയാലോ, ഫിഷ് ബിരിയാണി. അങ്ങനെ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ കണ്ടു. അതിനുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം എടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കയ്യിൽ അയലയായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം വെട്ടി കഴുകിയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും എല്ലാം ഇട്ടു. കുറച്ച് ഇഞ്ചിയും നാരങ്ങാനീരും കൂടി ഒഴിച്ച് അതങ്ങ് പുരട്ടി വെച്ചു. ആ സമയം കൊണ്ട് കുറച്ച് സവോള അരിയാമെന്ന് വിചാരിച്ച് സവോളയൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് അരിയാൻ തുടങ്ങി. ഇവിടെ നല്ല വെള്ള സവോളയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇരുന്ന വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞു. ഇതൊക്കെ അരിയാനായിട്ട് എനിക്ക് നല്ല പാടാണ്, നല്ല സമയം എടുക്കും ഞാൻ ഓരോന്ന് അരിയാൻ വേണ്ടി. പിന്നെ ചുമ്മാ ഒരു രസത്തിന് സ്പീഡിൽ അരിയാനുള്ള ശ്രമമൊക്കെ നടത്തി, പക്ഷേ അത് കട്ട ഫ്ലോപ്പാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ നന്നായിട്ട് കരഞ്ഞു. പിന്നെ നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. എനിക്കധികം എരിവ് വേണ്ടാത്ത കാരണം ഞാൻ 2 എടുത്തുള്ളൂ. പിന്നെ കയ്യിൽ വെച്ച് അരിയാനൊന്നും നോക്കി, എനിക്കറിയാൻ മേലാത്ത കാരണം പിന്നെ ബോർഡേ വെച്ച് തന്നെ അരിഞ്ഞു. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടാകുന്ന സമയം കൊണ്ട് നമ്മൾ തക്കാളി ഒന്ന് അരച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് പാനൊക്കെ ചൂടായി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് മീനങ്ങ് വറുക്കാൻ വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷ് ബിരിയാണി ട്രൈ ചെയ്യുന്നത്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും നോക്കാം. പിന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കടുക് ഇട്ടു. ഇതിൻ്റെ ഒന്നും അളവ് എനിക്കറിയാൻ പാടില്ല, എനിക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അരിഞ്ഞ് വെച്ച എല്ലാ സാധനവും അതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി. അതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും എല്ലാം ഇട്ടു. തക്കാളി അരച്ച് വെച്ചതും ഇട്ടു. പിന്നെ നമ്മൾ ആ മീൻ വറുത്തത് ഓരോന്ന് അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചു. ഇത്ര ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണം ഒരു സംഭവം മിസ്സായി. എന്തോന്നല്ലേ, നമ്മുടെ തൈര്. പിന്നെ ഞാൻ അതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത്. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞു പോയി ചോറ്. ഇത് നമ്മുടെ സാധാരണ അരിയായിരുന്നു, ബിരിയാണി അരി ഇരിപ്പില്ലായിരുന്നു. അത് കാരണം ഉള്ള അരി വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നന്നായിട്ട് കുഴഞ്ഞു പോയത് കൊണ്ട് തന്നെ ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കാഷ്നട്ടും സവോളയൊക്കെ വറുത്ത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടെങ്കിലും സൂപ്പർ ഫ്ലോപ്പായിരുന്നു. എനിക്ക് അപ്പോഴേ മനസ്സിലായി ഒരു വകക്ക് കൊള്ളൂല്ലെന്ന്. പിന്നെ അവൾ വരുമ്പോഴേക്കും ഞാനതൊന്ന് സെറ്റ് ചെയ്ത് കുറച്ച് സാലഡും മുട്ടയും പപ്പടവും അച്ചാറൊക്കെ വെച്ചിട്ട് ഒരു ബിരിയാണി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് അവൾ വന്നു. പിന്നെ അവൾ തന്നെ ആദ്യം പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അവളെ തന്നെ ആദ്യം ഇരുത്തി കഴിപ്പിച്ചു. അതായത് നമുക്ക് നോക്കാം അവിടെ എക്സ്പ്രഷൻ എന്തോന്ന്. കണ്ടോ, കഴിച്ചപ്പോൾ തന്നെ അവൾ നല്ല സൂപ്പർ എക്സ്പ്രഷനാണ് തരുന്നത്, സൂപ്പറാണെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനോർത്തിനി ശരിക്കും നന്നായോ എന്ന് വിചാരിച്ച് ഞാനും പോയി അങ്ങ് പരീക്ഷിച്ചു. വായിലോട്ട് വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കതെൻ്റെ എക്സ്പ്രഷനിലൂടെ മനസ്സിലാവും, ഒരു വകക്ക് കൊള്ളത്തില്ലായിരുന്നു. ഇനി എന്തായാലും ഞാൻ ശ്രമിക്കില്ല. ബൈ.